തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണലിന് തലസ്ഥാന ജില്ല സജ്ജമെന്ന് ജില്ലാ കളക്ടർ അനുകുമാരി IAS. വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് LDF നേതാക്കൾ, തിരിച്ചുവരവ് നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കളും നഗരഭരണം പിടിക്കുമെന്ന് BJPയും അവകാശപ്പെടുന്നു. തലസ്ഥാന ജില്ലയിൽ നഗരസഭയും മുനിസിപ്പാലിറ്റികളുമടക്കം 16 ഇടങ്ങളിലാണ് വോട്ടെണ്ണൽ. നഗരസഭയുടെ വോട്ടെണ്ണൽ കേന്ദ്രം മാർ ഇവാനിയോസ് കോളേജാണ്. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്ത് വന്നു തുടങ്ങും. 7 o'clock നമ്മളെ സ്ട്രോങ് റൂം നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. 8 o'clock നമ്മുടെ പോസ്റ്റൽ ബാലറ്റുള്ള കൗണ്ടിങ്, അതുപോലെ തന്നെ EVM മെഷീൻസുള്ള കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് കൺസോളിഡേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ നോട്ടീസ് പോയിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റ് നമ്മുടെ 6 ടേബിളിലാണ് ഇതിൻ്റെ കൗണ്ടിങ് നടക്കുന്നത്. ബാക്കി പഞ്ചായത്തിനെ സംബന്ധിച്ച് 8 ടേബിൾസാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് കൗണ്ടിങ്ങിന് വേണ്ടി. മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷനിന് വേണ്ടി 16 ആണ്. അവസാന മണിക്കൂറിലും കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. ബൂത്തടിസ്ഥാനത്തിൽ ലഭിച്ച കണക്കുകൾ മുന്നണി നേതൃത്വങ്ങൾ വിലയിരുത്തി. വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് LDF നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം ജില്ലയിലാകെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ കഴിഞ്ഞ തവണത്തേതിനേക്കാളും കുറച്ചുകൂടി മുന്നോട്ട് വരും എന്നാണ് ഞങ്ങളുടെ പോളിന് ശേഷം ഉള്ള വിലയിരുത്തൽ, വിശദമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള വ്യത്യാസം BJPയുടെ ഒരു വൻ തകർച്ചയാണ് ഞങ്ങൾ കാണുന്നത്. അവർക്ക് അവരുടെ നിലവിലുള്ള സ്വാധീനമുണ്ടല്ലോ 34 എന്നത് തന്നെ നിലനിർത്താൻ ആവില്ല BJPക്ക്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ പരാജയപ്പെടും. ഞാൻ എണ്ണി പറയാം, BJPയുടെ ഒരു 15ഓളം സീറ്റുകളിൽ അവർ പരാജയപ്പെടും. 15ഓളം സീറ്റുകൾ BJPയുടെ നേതൃത്വം എന്ന നിലയിലോ അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥികൾ എന്ന നിലയിലോ മത്സരിക്കുന്ന കൊടുങ്ങാനൂരും ശാസ്തമംഗലവും ഒക്കെ തകർന്നു വീഴാൻ പോവുകയാണ്. നഗരസഭയിലടക്കം തിരിച്ചുവരവ് നടത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. തീർച്ചയായിട്ടും ചിലപ്പോൾ 1-2 സീറ്റുകൾ ഞങ്ങളുടെ ഒരു ഉറച്ച സീറ്റുകളായി കണക്കാക്കിയിരുന്ന 1-2 സീറ്റുകൾ ചിലപ്പോൾ മാറ്റം വരാം. പക്ഷേ അതിന് പകരം പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ ലഭിക്കുകയും ചെയ്യാം. മേയർ കാൻഡിഡേറ്റ് 101% ജയിച്ചിരിക്കും. നഗരഭരണം പിടിക്കുമെന്ന് BJP നേതാക്കളും പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.